ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസിൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ചിക്കൻ പോപ്കോൺ. അതുപോലെ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനും വളരെ ഈസി ആകട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 450 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേഷന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിലേക്ക് 1 കപ്പ് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ പെപ്പർ പൗഡർ, 1/2 സ്പൂൺ ചില്ലി പൗഡർ, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 സ്പൂൺ ഒറിഗാനോ, 1 സ്പൂൺ സോയാ സോസ്, ഇതിനാവശ്യമായ ഉപ്പ്, പിന്നെ ഇതിലേക്ക് 1 മുട്ടയും കൂടെ ചേർക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം എങ്ങനെയാണ് ഈ ചിക്കൻ പോപ്കോൺ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനൊരു കോട്ടിങ് കൊടുക്കുക. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലവർ, 1 സ്പൂൺ ഗാർലിക് പൗഡർ, 1 സ്പൂൺ പെപ്പർ പൗഡർ, 1/2 സ്പൂൺ ചില്ലി പൗഡർ, 1 സ്പൂൺ ഒറിഗാനോ, ഇതിനാവശ്യമായ ഉപ്പ്, 1 പിഞ്ച് ബേക്കിംഗ് പൗഡർ, എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ പീസസും ഇട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ ഞാൻ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലുള്ള എക്സ്ട്രാ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എണ്ണ ഞാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് ഫ്രൈ ചെയ്യരുത്. ആദ്യം നന്നായി എണ്ണ ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കുക. മീഡിയത്തിലായതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാവുള്ളൂ. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമേ ഫ്രൈ ആകത്തുള്ളൂ. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. പതുക്കെ ഇളക്കിയിട്ട് കൊടുക്കുക. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് കോരി എടുക്കാൻ പോവുകയാണ്. KFC സ്റ്റൈൽ ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരു ചിക്കൻ പോപ്കോൺ വേണമെന്ന് പറയുമ്പോൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കൊടുക്കണ്ട കേട്ടോ. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്താൽ മതി. അവർക്കിത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്